രാമൻ എന്ന് പറഞ്ഞ ഈ പോലീസുകാർക്ക് മോശം വാക്കാണോ? നമ്മുടെ മോനും പോലീസല്ലേ? സോറി സോറി കേട്ടോ. കേട്ടോ നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഇരിക്കെ. ഒരു നല്ല കാര്യം പറയാൻ കരുതി വന്നതാ. എന്താ അത്? മാഷ് പഠിപ്പിച്ച എന്റെ മോൻ ഗോപി ഇപ്പൊ പോലീസുകാരനായി. എല്ലാം മാഷിന്റെ കഴിവാ. മാഷിപ്പ് നമ്മുടെ ഗോപിയെ കണ്ട എത്ര സന്തോഷവാനാവെന്നറിയോ? കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. എന്റെ ജീവിത പ്രശ്നം തീർത്തിട്ട് ഞാൻ നേരിട്ട് തന്നെ പോയി കണ്ടോളാം. ജഗന്നാഥൻ. വന്നാട്ടെ ബ്രദേഴ്സ്. ഇപ്പൊ നമ്മുടെ ഗോപിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ജോലി ശരിയായില്ലേ? ഇനി നമ്മൾ സ്വന്തക്കാരും സുഹൃത്തുക്കളുവാ കേട്ടോ. മാഷേ, മര്യാദക്കല്ലേ നിങ്ങളോട് പറഞ്ഞത്? ഇവിടുന്ന് മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോകുന്നത് നല്ലത്. കളക്ടർ വരാൻ സമയമായി. വരുന്നതിന് മുമ്പ് പോകാൻ നോക്കിയ ഇവിടുന്ന്. എനിക്ക് പെൻഷൻ തരാതെ പിടിച്ചു വെച്ചിരിക്കുക. ഈ വിഷയം കളക്ടർ സാറിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സത്യാഗ്രഹം. മര്യാദയ്ക്ക് ഇവിടെ എഴുന്നേറ്റ് പോകാൻ നോക്കും. ധൃതി പിടിക്കാതെ സാറേ, മാഷ് നല്ലൊരു വ്യക്തിയാ. എന്റെ മോനും പോലീസ് ഡിപ്പാർട്ട്മെന്റിലാ. നിൽക്കണം അങ്ങോട്ട്. നമ്മുടെ സ്റ്റേഷന്റെ മുമ്പിൽ നിരാഹാരം ഇരുന്ന് സമരം ചെയ്യുന്ന മാഷ് എന്ന് പറയുന്നത് ഇതാണ്. ഇവൻ തന്നെ. ശരി, നിങ്ങൾക്ക് പോവാം. ഞങ്ങളെ പോലീസുകാരെ നിനക്കെന്താ പുച്ഛമാണോ? ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല സാർ. അവരാണ് എന്നെ അന്യായമായി. മാഷേ, ക്ഷമിക്കണം സാർ. മോനെ ഗോപി, മോനെ ഗോപി, വേണ്ടടാ, സമാധാനപ്പെട്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇപ്പൊ എന്ത് തെറ്റ് ചെയ്തിട്ടാ സാറേ ഈ പാവത്തിനെ നിങ്ങൾ തല്ലിയത്? 2 വർഷമായിട്ട് അദ്ദേഹത്തിന് കിട്ടേണ്ട പെൻഷൻ പോലും അദ്ദേഹത്തിന് കിട്ടുന്നില്ലെന്നറിയോ നിങ്ങൾക്ക്? അത്രയും ദുരവസ്ഥയിൽ ജീവിക്കുന്ന ഇദ്ദേഹം വേറെ വഴിയില്ലാതെ നിരാഹാരം കിടക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര പുച്ഛമായിട്ട് തോന്നേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഇദ്ദേഹം ഏത് നിയമം ലംഘിച്ചെന്ന് പറയും നിങ്ങൾ? തെറ്റ് ചെയ്യുന്നവരെ, അന്യായം കാണിക്കുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിന്റെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നവരെ നിങ്ങൾ പോയി കണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ നോക്ക്. അത് നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ. കാരണം അവര് നിങ്ങളെക്കാളും വലിയ ഉദ്യോഗസ്ഥരായതുകൊണ്ടല്ലേ. അവരെയൊന്നും നിങ്ങൾ ഒന്നും ചെയ്യില്ല. എന്നാൽ ഈ പാവങ്ങളെ പിടിച്ചിങ്ങനെ തല്ലി ചതയ്ക്കുകയും ചെയ്യും. എന്താ സാർ, ഞാനിപ്പോ എന്ത് ചെയ്തിട്ട് എന്നോട് ഒച്ച ഉണ്ടാക്കുന്നത്? അദ്ദേഹം നിയമം കയ്യിലെടുത്തെന്നും പറഞ്ഞ് മാസ്റ്ററെ നിങ്ങൾ തല്ലി ചതച്ചില്ലേ? ആദ്യം നിയമം എന്നുള്ള വാക്കിന്റെ അർത്ഥവും അതിന്റെ സ്പെല്ലിംഗ് പോലും എനിക്ക് പഠിപ്പിച്ചു തന്നതെല്ലാം ഈ മാസ്റ്ററാണ്. ന്യായത്തിന് വേണ്ടി സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം വാങ്ങി തന്ന ഗാന്ധിജിയും ഇതേ സത്യാഗ്രഹം തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തതിന് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടിച്ച് ജയിലടക്കുക ചെയ്തത്. കാരണം പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് അന്യായമാണ്, അക്രമമാണെന്നൊക്കെ. അന്നത്തെ ആൾക്കാരെ ബ്രിട്ടീഷുകാർ ഓടിച്ചിട്ട് തല്ലി ചതച്ചു. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്ര അന്യായങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സല്യൂട്ട് അടിച്ച് നിങ്ങളുടെ അന്യായങ്ങളൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണോ? അതെന്നെ കൊണ്ട് പറ്റില്ല സർ. അങ്ങനെ ചെയ്യലാണ് എൻ്റെ ഡ്യൂട്ടി എങ്കിൽ ഞാൻ ഈ ജോലി ഈ നിമിഷം വേണ്ടെന്ന് വെക്കുക. ഗോപി, നീ സമാധാനപ്പെട്. നിങ്ങൾ വിഷമിക്കണ്ട മാസ്റ്റർ. ഗവൺമെന്റിന്റെ ശമ്പളവും വാങ്ങിച്ചിട്ട് അന്യായത്തിന് സപ്പോർട്ടായിട്ടാണ് ഈ കാക്കി യൂണിഫോം എല്ലാം ഉപയോഗിക്കേണ്ടി വരുന്നതെങ്കിൽ കൊള്ളക്കാർക്കും പോലീസുകാർക്കും തമ്മിൽ പിന്നെന്താ വ്യത്യാസം? അതുകൊണ്ടാണ് മാസ്റ്റർ ഈ ജോലി ഞാൻ ഉപേക്ഷിക്കാം. പറട്ടെ മാസ്റ്റർ, പോയിട്ട് വരാം.
വളരെ നല്ല കാര്യം ചെയ്തടാ ഗോപി. ജോലിയില്ലാതെ പട്ടിണി കിടന്നാലും അന്യായത്തിന് തലകുനിക്കാത്ത നിന്നെ കാണുമ്പോ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇതുവരെയും ഗോപി എന്റെ മകനാണെന്ന് പറയുന്നത് എനിക്ക് സന്തോഷം തന്നിരുന്നു. പക്ഷെ ഇന്നു മുതൽ ഗോപിയുടെ അച്ഛനാണെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. നിന്നെ പോലെ സത്യസന്ധനായ ഒരുത്തൻ പോലീസിൽ ചേർന്നാൽ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊക്കെ വെറും വ്യാമോഹമാണെന്ന് മനസ്സിലായി. അവര് നിന്നെ പിരിച്ചുവിടും മുമ്പേ നീ തന്നെ അവരെ അടിച്ച് പഞ്ചറാക്കിയില്ലേ? അതാണ് ഞങ്ങളുടെ ഗോപി, നമ്മുടെ ഗോപി. സാർ, ഇപ്പൊ നടന്ന സംഭവം എന്താന്ന് വെച്ചാ ആ ഗോപിക്കെതിരായിട്ട് ഒരു ആക്ഷനും സാർ എടുത്തില്ല. ലീവ് എഴുതി കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾ വലിയ മനുഷ്യനാണ് സാർ. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചെയ്തതാണ് തെറ്റെന്ന് ഇപ്പൊ മനസ്സിലായി. വളരെ വളരെ പണ്ടൊരു കാലത്ത് 7 കടലിനും അപ്പുറം ഒരു മനോഹരമായ ഒരു കൊച്ചു നാടുണ്ടായിരുന്നു. ആ നാട്ടില് നായിഡു എന്ന് പേരുള്ള ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. നോക്ക്, നമ്മുടെ പഞ്ചായത്ത് തലവർ മുനിയാണ്ടിയെ പോലെയായിരുന്നു അങ്ങേര്. എന്താണ് നീ കേൾക്കുന്നില്ലേ? പറ. ആ നായിഡു വളരെ നല്ലവനായിരുന്നു. അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യനെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം എന്ന അവസ്ഥയിലായി. ഒരു പക്ഷെ ഒരു ഗ്ലാസ് മോര് കുടിക്കണമെങ്കിൽ കൂടി അങ്ങേർക്ക് പറ്റാണ്ടായി. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതെന്തുകൊണ്ടാണെന്നാ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നോക്കി, ഇങ്ങനത്തെ മണ്ട കഥകളൊക്കെ പറഞ്ഞ് വെറുതെ ആളുകളുടെ സമയം മെനക്കെടുത്താൻ നിൽക്കരുത് കേട്ടോ. നല്ല വല്ല കഥയും പറഞ്ഞു. മോനെ, നിനക്ക് ഉത്തരം അറിയുമെങ്കിൽ പറ, അല്ലെങ്കിൽ നീ അങ്ങ് മിണ്ടാണ്ടിരിക്കും. മറ്റുള്ളവർ പറയുന്ന പോലെ നീയും വെറുതെ എന്നെ കളിയാക്കി ചിരിക്കരുത്. നിനക്ക് അറിയാമെങ്കിൽ നീ വേഗം ഉത്തരം പറ. ബിക്കോസ് അയാൾക്ക് മലയാളം അറിയില്ല. അതാണ് കാരണം. നിങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് അറിയില്ലയോ മറ്റേ ആൾക്ക് അതുപോലെ തമിഴും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ തമിഴിൽ എന്ത് പറഞ്ഞാലും അയാൾക്ക് എങ്ങനെയാ കണ്ടുപിടിച്ചത് മോനെ? റായിഡു എന്നെ നല്ലൊരു ഫ്രണ്ടാ. അവന് പൈസയൊന്നും ഇല്ലെങ്കിൽ ഇടയ്ക്ക് എൻ്റെ പൈസ വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ പ്രസിഡന്റുമാരും നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് പോകുന്നുണ്ടെന്ന് അർത്ഥം. ശരി ശരി, ഓടിച്ചേ. വഴിന്ന് മാറ്. വണ്ടി ഒന്ന് നിർത്തി. പിന്നാലെ തീപ്പെട്ടി പോലെ ഒരു കാറും അതിലൊരു പീറ പെണ്ണും. നിങ്ങൾക്ക് എന്താ ചെവി കേട്ടൂടെ? വണ്ടി ഹോൺ അടിക്കുമ്പോ സൈഡ് തരാനുള്ള കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക്? ദേ ഇങ്ങോട്ട് നോക്കുമോളെ പുള്ളിപ്പുലി. നീ ഇംഗ്ലീഷിൽ എന്നെ ചീത്ത വിളിച്ചാലൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല. എന്നാ ഞാൻ പച്ച മലയാളത്തിൽ നല്ല ചീത്ത വിളിച്ചാണ്ടല്ലോ, പിന്നെ നീ 10 മാസം കഴിഞ്ഞേ എഴുന്നേൽക്കത്തുള്ളൂ. അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. എന്റെ കാറിനേക്കാളും വലുതാണോ നിങ്ങളുടെ ഈ വണ്ടി? വഴിന്ന് മാറ്. ഇടാ മോനെ, ഇത് എന്നെ കൊണ്ട് പറ്റില്ല. ഇത് നീ തന്നെ ഡീൽ ചെയ്യ്. ഇറങ്ങി വന്നിട്ട് നീ തന്നെ ശരിയാക്ക്. ഇവിടെ നോക്കുമോളെ, നിനക്കൊരു കാര്യം അറിയോന്നറിയില്ല. 2 കത്തി ഒറ്റ റയിൽ കയറ്റാൻ പറ്റും, 2 പൂവ് ഒരു കാതിലും വെക്കാൻ പറ്റും, 2 ഹാർമോണിയം വേണമെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് വായിക്കാനും പറ്റും. ഇവിടെ ഇപ്പോൾ ഒരു വണ്ടിക്ക് മാത്രം പോകാൻ സ്ഥലമുള്ള ഈ വഴിയിൽ ഈ വണ്ടിക്ക് സൈഡ് കയറാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് പോലും നിങ്ങൾക്ക് ഇല്ലേ? ഇതൊക്കെ അല്ല വിവരമുള്ളോട് പറഞ്ഞിട്ടുണ്ട് കാര്യം. തീർച്ചയായിട്ടും ഈ പെണ്ണ് പട്ടണത്തിൽ പോയി പഠിച്ചിട്ട് മോശമായി പോയതാ. അല്ലെങ്കിൽ ഇവള് അച്ഛൻ വല്ല പൊതുപ്പണക്കാരനുമായിരിക്കുമെന്നേ, അല്ലെങ്കിൽ ഇവള് പിറന്ന പോലെ 7-ാം മാസത്തിലായിരിക്കും. ഇപ്പൊ പറഞ്ഞതാ ശരി. ഇപ്പൊ നിന്റെ കള്ളി വെളിച്ചത്തായത് കണ്ടോ മോളെ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കള്ളി വെളിച്ചത്തായേ. ശരി. ഏയ് ഇങ്ങോട്ട് വന്നേ. നിങ്ങൾക്ക് അവരെ അറിയാമോ? അത് ഹാർമോണിസ്റ്റ് മനോഹരന്റെ മകനാ. ഇവ നന്നായിട്ട് ഹാർമോണിയം വായിക്കും. വരട്ടെ. ഡാഡി, ഡാഡി, ഡാഡി. മോളെ രാധേ, ഞാനിവിടെ ഉണ്ട്. എന്തിനാ നീ ഇങ്ങനെ ഒച്ചയിടുന്നേ? ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള റീസൺ എന്താ? നാളെ മുതൽ എനിക്ക് ഹാർമോണിയം പഠിക്കാൻ പോണം. ഇതെന്താ കാര്യം മോളെ? നിനക്ക് അതിന് പകരം വല്ല സിത്താറോ വയലിനോ അങ്ങനെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പഠിച്ചാ പോരെ? ഇത്രയും പഴയ സാധനം പോയിട്ട് പഠിക്കണോ? അതിന് പകരം ഈ ഹാർമോണിയം പഠിക്കണം എന്ന് പറഞ്ഞാൽ? എനിക്കറിയണ്ട. നാളെ മുതൽ എനിക്ക് ഹാർമോണിയം പഠിച്ചേ പറ്റൂ, അത്ര തന്നെ. അവളെ പഠിക്കാൻ വിടടാ. അവൾ ആഗ്രഹിക്കുന്നല്ലേ, ഇഷ്ടം പോലെ നടക്കട്ടെ. ശരിയമ്മേ. നോക്കുമോളെ രാധേ, ഈ ചുറ്റുവട്ടത്തിൽ ഹാർമോണിയം പഠിപ്പിക്കുന്ന എല്ലാവരെയും നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ നിരത്തി നിർത്തും. നിനക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോ. അതിന്റെ ആവശ്യമില്ല, ഈ നാട്ടിൽ തന്നെ ഉണ്ട്. ആരാവൻ? പേര് ഗോപി, ഹാർമോണിസ്റ്റ് മനോഹരന്റെ മകൻ. ഈ ഹാർമോണിയത്തിൽ മകുടി വായിക്കാൻ ഈ പഞ്ചായത്തിൽ നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിന്നെ എല്ലാരും ഇങ്ങനെ വിളിക്കുന്നത്. ഇവനെ പോലെ ഹാർമോണിയം വായിക്കുന്ന ആരുമില്ല ഈ നാട്ടിൽ. മനോഹരൻ ചേട്ടാ, ചേട്ടന്റെ മോനോട് സൂര്യചന്ദ്രയുടെ മോൾക്ക് അർജന്റായി ഹാർമോണിയം പഠിപ്പിക്കാൻ അർജന്റായി വരാൻ പറഞ്ഞ് ഓർഡർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അർജന്റായി മോനെ ഇപ്പൊ തന്നെ വിട്ടേക്ക്. ഓ, അത്രയ്ക്ക് അർജന്റ് ആണോ? അത്ര അർജന്റാണ്. എന്നാലേ ഞാൻ അർജന്റായിട്ടങ്ങ് വന്നേക്കാം, നീ വേഗം പോയി. ഇങ്ങോട്ടല്ലടാ, അങ്ങോട്ട്. എന്താ പോവാൻ പോകണോ? നല്ലതും ചീത്തയും അറിയാത്ത അവന്റെയൊക്കെ വീട്ടിൽ പോയി എന്തിനാ പഠിപ്പിക്കാൻ നിൽക്കുന്നേ? അവക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനെല്ലാം കൂടെ പോയല്ലേ പറ്റൂ.
ഡാഡി For more updates, like, comment, subscribe to our channel.